എല്ലാവർക്കും നമസ്കാരം. ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന ഒരു പോളിസിയുണ്ട്. അതായത് ഒരു മുയലിനെ ക്യാരറ്റ് കാട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന് ക്യാരറ്റ് കൊടുക്കുക, എന്നിട്ട് അനുസരിക്കാൻ പറയുക. അനുസരിച്ചില്ല എങ്കിൽ കയ്യിലിരിക്കുന്ന വടി കൊണ്ടൊരു അടി കൊടുക്കുക. ഇതാണ് ട്രഡീഷണൽ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക്. പറഞ്ഞു വരുന്നത് വിദേശ നയത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പോളിസിയാണ്. ഒരു രാജ്യത്തോട് ശക്തമായ ഒരു രാജ്യം ഒരു ക്യാരറ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒലിവ് ബ്രാഞ്ച് കാണിക്കുന്നു. അത് സ്വീകാര്യമായ ഒരു ഫോർമുലയാണെന്ന് തോന്നാം. എന്നാൽ അത് വഴിക്ക് വരുന്നില്ല എങ്കിൽ, ക്യാരറ്റ് വാങ്ങി കഴിക്കുകയും എന്നാൽ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഒരു ചെറിയ കൊട്ട് കൊടുക്കുക, അടി കൊടുക്കുക. ഇതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു വിദേശ നയത്തിൻ്റെ രത്ന ചുരുക്കം. ട്രംപ് പല ക്യാരറ്റുകളും കാട്ടുന്നു. ഇറാനോട് കാട്ടുന്നു, ഉക്രൈനോട് കാട്ടുന്നു, റഷ്യയോട് കാട്ടുന്നു എന്ന് വേണ്ട സകല രാജ്യങ്ങൾക്കും ക്യാരറ്റ് കൊടുക്കുകയാണ്, ചില ഓഫർ കൊടുക്കുകയാണ്, പ്രോമിസ് കൊടുക്കുകയാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ നിൽക്കണം, ഞങ്ങൾ പറയുന്ന സമാധാന കരാറുകൾ നിങ്ങൾ ഒപ്പിടണം. ഇവിടെ പറഞ്ഞു വരുന്നത് ഈ വീഡിയോയുടെ ഇതിവൃത്തം റഷ്യയുമായും ഉക്രൈനുമായും ഒരുപോലെ അമേരിക്ക നടത്തുന്ന ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ത്രെട്ടാണ്, ഒരു വിരട്ടലാണ് റഷ്യക്ക് നേരെ. പറയുന്നു, റഷ്യക്ക് നേരെ ഞങ്ങൾ ഉപരോധം പ്രഖ്യാപിക്കാൻ മടിക്കില്ല, മര്യാദയ്ക്ക് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക. ആദ്യം ഉക്രൈനോടാണ് പറഞ്ഞത്, സെലൻസ്കിയോട് പരമാവധി പറഞ്ഞു. സെലൻസ്കിയോട് ഒരു പരിധിവരെ മാനസികമായ ബലപ്രയോഗവും നടത്തി ട്രംപ് കഴിഞ്ഞ 28-ാം തീയതി, ഫെബ്രുവരി മാസം 28-ാം തീയതി ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന ഒരു അഭിശപ്തമായ കൂടിക്കാഴ്ച, സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച അലസിപ്പിരിഞ്ഞല്ലോ. പക്ഷേ അതിന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ, അത് 4 ദിവസത്തിനുള്ളിൽ തന്നെ സെലൻസ്കി, ഉക്രൈനിയൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി പഞ്ചപുച്ഛമടക്കി മിനറൽ ധാതു കരാറിൽ ഒപ്പിടാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അമേരിക്ക പറഞ്ഞ ടേംസ് അംഗീകരിക്കാൻ തയ്യാറാണ്, വെടിനിർത്തലിനും ഒരു പരിധിവരെ തയ്യാറാണ്. അപ്പോഴാണ് വിഷയം, റഷ്യ തുടർന്നും ആക്രമണം അഴിച്ചുവിടുകയാണ്. ഉക്രൈൻ്റെ വാതക പൈപ്പ് ലൈനുകൾക്ക് നേരെ, ഉക്രൈൻ്റെ എണ്ണ ശുദ്ധീകരണശാലകൾക്കെതിരെ, ഉക്രൈൻ്റെ പവർ ഇൻഫ്രാസ്ട്രക്ചറിനെതിരെ അതിഭീകരമായ ആക്രമണമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി റഷ്യ നടത്തുന്നത്. അതുകൊണ്ടാണ് ട്രംപ് റഷ്യയോട് ചേർന്ന് നിൽക്കുന്നു, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നല്ല ചങ്ങാത്തമാണ് എന്ന് പറയുമ്പോഴും റഷ്യയുമായി കർശനമായ ഒരു താക്കീത് റഷ്യക്ക് നൽകിയിരിക്കുകയാണ്. പ്ലീസ് എൻഡ് ദ വാർ. ഇഫ് യു ഡോണ്ട് എൻഡ് ദ വാർ വിത്ത് ഉക്രൈൻ, വി വിൽ റിസോർട്ട് ടു റിന്യൂഡ് സാങ്ഷൻസ്. പുതിയ ഉപരോധങ്ങൾ. ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള പാശ്ചാത്യ ഉപരോധം റഷ്യക്ക് നേരെയുണ്ട്. അമേരിക്കയുടെ ഉപരോധം പൂർണ്ണമായി പിൻവലിക്കപ്പെട്ടിട്ടില്ല. ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെ മൊത്തമായ ഉപരോധമുണ്ട്. ജപ്പാൻ ഉപരോധമുണ്ട്. അതുപോലെ ഓസ്ട്രേലിയ, കാനഡ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുമായി ഉപരോധം. റഷ്യൻ എണ്ണ, റഷ്യൻ മറ്റു കാര്യങ്ങൾ. പക്ഷെ അതേസമയം തന്നെ രഹസ്യമായി റഷ്യയുമായി വ്യാപാര ബന്ധവുമുണ്ട്. റഷ്യൻ ഓയിൽ, പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ ഓയിൽ വാങ്ങുന്നു, റഷ്യയുടെ ഹൈഡ്രോ കാർബൺ വിഭവങ്ങൾ വാങ്ങുന്നു എന്ന പരിഭവവും അമേരിക്കയ്ക്കുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും റഷ്യയെ വരുതിക്ക് കൊണ്ടുവരിക. അതുകൊണ്ടാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി. ഉക്രൈനോട് എടുത്തതുപോലെ തന്നെയുള്ള ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി റഷ്യയോടും എടുക്കുകയാണ്. പക്ഷേ രണ്ട് രാജ്യങ്ങളും ഒരേപോലെയുള്ള രാജ്യങ്ങളല്ല. ഉക്രൈൻ താരതമ്യേന ദുർബലമായ രാജ്യമാണെങ്കിൽ റഷ്യ അതിശക്തമായ ആണവശക്തി കൂടിയാണ്. അപ്പം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ റഷ്യക്ക് ഉക്രൈനുമായുള്ള തർക്കം പരിഹരിക്കേണ്ട ഗതികേടുണ്ടോ എന്ന് സ്വാഭാവികമായി ഓരോ റഷ്യക്കാരനും ചോദിക്കുന്ന ചോദ്യമാണ്. വ്ളാഡിമിർ പുടിൻ ചോദിക്കുന്ന ചോദ്യവുമാണ്. പക്ഷേ ഇതൊരു ലാർജർ ഡീലിൻ്റെ ഭാഗമായി വേണം കരുതാൻ. അതായത് ഇറാനുമായി അമേരിക്കയ്ക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ റഷ്യ മധ്യസ്ഥത വഹിക്കുമെങ്കിൽ ഉക്രൈനുമായ റഷ്യയുടെ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക മധ്യസ്ഥത വഹിക്കും എന്ന ഒരു ഇടപാട്, ഒരു വളരെ സ്ട്രേഞ്ച് ഗ്ലോബൽ ഒരു ഡെവലപ്മെൻ്റ് ആണ്. അതുകൊണ്ട് ആരും ദോഷം വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിക്കുന്നു, ഫോർമൽ സെൻസിലല്ല കേട്ടോ. മധ്യസ്ഥത വഹിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് നേതാക്കളെയും ഒരേ ടേബിളിൻ്റെ രണ്ട് ഭാഗത്തിരുത്തി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മധ്യസ്ഥത വഹിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. വഴി ഒരുക്കി കൊടുക്കുക, രണ്ട് കക്ഷികൾക്കും തമ്മിൽ സമാധാന കരാർ ഒപ്പിടുന്നതിനുള്ള വഴി ഒരുക്കി കൊടുക്കാനുള്ള ഒരു നിയോഗം തന്നിൽ വന്നു ചേർന്നു എന്ന് ട്രംപ് വിശ്വസിക്കുന്നു. അങ്ങനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനുള്ള നോമിനേഷൻ ഇപ്പോൾ ട്രംപിന്റെ പേരിൽ പോയിട്ടുണ്ടെന്നാണ് ഏറ്റവും വൈകിയ റിപ്പോർട്ടുകൾ.
അതിപ്പോൾ സമാധാനത്തിനുള്ള 3600 ചിൽവാനം പേരുടെ ലിസ്റ്റാണ് സമാധാന നോബലിന് വേണ്ടി. അത് സംഘടനകളുണ്ട്, പിന്നെ വ്യക്തികളുണ്ട്, അങ്ങനെ വലിയ വലിയ നമ്പറാണ്. അത്രയും നമ്പറിൽ ഒരാളാകാൻ ട്രംപിന് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നോബൽ സമ്മാനം ലഭിക്കണമെന്നില്ല. ആർക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. മുൻ നൊബേൽ ലോറിയറ്റ്സ്, അതുപോലെ പിന്നെ രാജ്യത്തെ നേതാക്കന്മാർ, അങ്ങനെ പലർക്കും നൊബേൽ സമ്മാനത്തിനൊരു നാമനിർദ്ദേശം സമർപ്പിക്കാനൊക്കും. അമേരിക്കയിൽ നിന്ന് തന്നെ ഒരു സെനറ്റർ ട്രംപിന് വേണ്ടി നാമനിർദ്ദേശം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ സമർപ്പിച്ചിരിക്കുകയാണ് ഫോർ ദ കമ്മിറ്റി ടു ടേക്ക് ആക്ഷൻ ഓൺ ഇറ്റ്. അപ്പം അതുകൊണ്ട് ഒരു സമാധാനം, തൻ്റെ കിരീടത്തിൽ സമാധാനത്തിൻ്റെ ഒരു പൊൻതൂവലെങ്കിലും ഉണ്ടാവണം, ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഇപ്പോൾ അറബ് ഇസ്രായേലി അല്ലെങ്കിൽ ഗസ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആ യുദ്ധം അവസാനിച്ചു എന്ന് തത്വത്തിൽ പറയാമെങ്കിൽ പോലും ഏത് നിമിഷവും വീണ്ടും പൊട്ടിപ്പുറപ്പെടാവുന്ന അവസ്ഥയിലായതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തൻ്റെ ഇടപെടൽ കൊണ്ട് ഒരു വളരെ വലിയ യുദ്ധം, കാറ്റസ്ട്രോഫി അവസാനിച്ചു എന്ന് രേഖകളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ട്രംപ് ഈസ് പുഷിംഗ് വെരി ഹാർഡ് അറ്റ് ബോത്ത് ഉക്രൈൻ ആൻഡ് റഷ്യ. ഇനി ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കാം സംഭവിക്കാൻ സാധ്യത എന്ന് നോക്കാം. ഇപ്പോൾ റഷ്യയോട് പറഞ്ഞു വെച്ചു, നിങ്ങൾ ആക്രമണം ഏകപക്ഷീയമായി നിർത്തണം. ഉക്രൈനോട് പറഞ്ഞു വെച്ചു, നിങ്ങളും ഏകപക്ഷീയമായി മറുപക്ഷം ആക്രമണം നിർത്തുന്നു എന്ന് നോക്കണ്ട, നിങ്ങൾ ആക്രമണം നിർത്തുക. അപ്പം ഉക്രൈൻ്റെ ഭാഗത്ത് റഷ്യക്കെതിരെ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല. റഷ്യയുടെ ഒരു ചെറിയ പ്രദേശം പോലും ഉക്രൈൻ പിടിച്ചെടുത്തതാണ് യുദ്ധത്തിൽ എന്ന് ഓർക്കണം. അത് അമേരിക്കൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അമേരിക്കയുടെ സൈനിക സഹായം നിർത്തിവെച്ചിരിക്കുകയാണ്, ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൂർണ്ണമായി നിർത്തിയെന്ന് പറയാറായിട്ടില്ല, പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെലൻസ്കി ട്രംപ് ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനുള്ള സഹായം നിർത്തുന്ന ആ നിമിഷം മുതൽ ഉക്രൈൻ വിൽ ബി അണ്ടർ കൺട്രോൾ, അല്ലെങ്കിൽ ഉക്രൈനെയും സാഹസത്തിന് മുതിരില്ല. പക്ഷേ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന രാജ്യമല്ല റഷ്യ എന്ന് ഓർക്കണം. അവർക്ക് അവരുടേതായ ഗോൾസ് ഉണ്ട്, അവരുടേതായ ഉറപ്പുകൾ വേണം. സെലൻസ്കി പറയുന്നു ഉറപ്പുകൾ വേണം, സുരക്ഷാ ഉറപ്പുകൾ വേണം. ട്രംപിനോട് പുടിൻ പറയുന്നതും അത് തന്നെയാണ്. ഞങ്ങൾക്കും റഷ്യൻസിനും ഉറപ്പുകൾ ആവശ്യമാണ്. ഉക്രൈനെ നെയ്റ്റോയിൽ ചേർക്കില്ല എന്ന ഉറപ്പ് ആവശ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നെയ്റ്റോ രാജ്യങ്ങൾ ഉക്രൈനിൽ വന്ന് അലോസരം സൃഷ്ടിക്കില്ല എന്ന ഉറപ്പ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതാ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു, നെയ്റ്റോയിൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ഉക്രൈന്. പക്ഷേ അതിനു പകരം നെയ്റ്റോ ഒരുക്കുന്ന ഒരു സുരക്ഷാ കവചം ഉണ്ടാകണം ഉക്രൈൻ്റെ മേൽ. അതെങ്കിലും ഒരു ഗ്യാരണ്ടിയായി ഉക്രൈന് നൽകണം. ഒരു യുദ്ധവിരാമത്തിൽ കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് ആ ഒരു ഗ്യാരണ്ടിയെങ്കിലും ഉണ്ടാകണം. അത് സ്വാഭാവികമായി പരിഗണിക്കാവുന്ന ഒരാശയമായി പല രാജ്യങ്ങളും കരുതുന്നു. പക്ഷേ റഷ്യക്ക് അതും ഒരുപക്ഷെ സ്വീകാര്യമല്ല. എന്നാൽ ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആക്രമണം നിർത്തണം എന്ന നിർദ്ദേശം വരുമ്പോൾ ട്രംപ് പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണമെങ്കിൽ സാങ്ഷൻസ് ഉണ്ടാകണം. അപ്പം റഷ്യക്ക് ഇപ്പോൾ സാങ്ഷൻസിൽ പിടിച്ചു നിൽക്കാനാവുമോ? ഇത്രയും കാലം പിടിച്ചു നിന്നു, അതുകൊണ്ട് ഇനിയും പിടിച്ചു നിൽക്കാനും ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, മാറി വന്ന ലോകക്രമത്തിൽ, വരുന്ന എന്ന് ഞാൻ പറയുന്നില്ല, മാറിക്കഴിഞ്ഞ ലോകക്രമത്തിൽ ഇനി ചൈനയും റഷ്യയും ഇന്ത്യയും എല്ലാം തന്നെ കൂടുതൽ സഹകരണത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു ഇന്റർമീഡിയറി സ്റ്റേജിലെങ്കിലും ട്രംപ് ഉള്ളിടത്തോളം കാലമെങ്കിലും ബ്രിക്സിന്റെ കൂട്ടായ്മ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൃഢമാക്കി എടുക്കേണ്ട ഒരു ആവശ്യകതയുമുണ്ട്. അതുകൊണ്ട് ഇതിനോട്, ഈ ട്രംപിന്റെ ഈ ലേറ്റസ്റ്റ് ത്രെട്ടിനോട് റഷ്യ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, റഷ്യൻ പ്രതിനിധികളോട് സെർജി ലാവ്റോവ് ഉൾപ്പെടെയുള്ള റഷ്യൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഗൾഫിൽ വിളിച്ചു വരുത്തി, സൗദി അറേബ്യയിൽ വിളിച്ചു വരുത്തി, അമേരിക്കയുടെ സ്പെഷ്യൽ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചു, ചർച്ചകൾ നടത്തി. അതിനുശേഷം ആണ് ഉക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിൽ പോകുന്നത്. ഇപ്പോൾ ഇതാ ഉക്രൈൻ്റെ ടേണാണ്, സെലൻസ്കിയുടെ ടേണാണ് സൗദി അറേബ്യയിൽ വന്ന് അമേരിക്കയുടെ ദൂതന്മാരുമായി സംസാരിക്കാനുള്ള ഉക്രൈൻ്റെ ക്ഷണമാണ്. അപ്പോൾ ഒരു വശത്തെ ക്യാരറ്റ് കാട്ടുന്നു, സമാധാനം എന്ന ക്യാരറ്റ് കാട്ടുന്നു, മറുവശത്തെ അനുസരിച്ചില്ല എങ്കിൽ സ്റ്റിക്ക് എടുക്കുന്നു, വടി എടുക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്കിൻ്റെ ഒരു പുതിയ ഒരു വകഭേദമാണ്. ഒരു കാളവണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വില്ലുവണ്ടിയിൽ നീളത്തിലുള്ള ഒരു കമ്പ് മുന്നോട്ട് വെച്ച് കെട്ടിയിരിക്കുന്നു.
ആ കമ്പിന്റെ അറ്റത്ത് ഒരു ക്യാരറ്റ് കെട്ടി തൂക്കിയിരിക്കുകയാണ്, നൂലിൽ കെട്ടി തൂക്കിയിരിക്കുകയാണ്. അങ്ങനെ കഴുത മുന്നോട്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ കാള മുന്നോട്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവി, വണ്ടി വലിക്കുന്ന ജീവി മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പോൾ ക്യാരറ്റ് കടിക്കാം എന്ന രീതിയിൽ മുന്നോട്ട് നടക്കുകയാണ്. പക്ഷേ ക്യാരറ്റ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. കാരണം ആ വണ്ടിയുടെ കമ്പിൽ തന്നെയാണ് ക്യാരറ്റ് കെട്ടിവെച്ചിരിക്കുന്നത്. ഒരു ദീർഘമായ ഒരു ലോങ് റോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ദീർഘമായ ഒരു പ്രോമിസാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ എവർ ഇല്യൂസീവ് ഒരു ഡ്രീമാണ്. അകന്നകന്ന് അടുത്തു വരുന്നു എന്ന് തോന്നും തോറും അകന്നകന്നകന്ന് പോകുന്ന ഒരു പ്രതീക്ഷയാണോ ട്രംപ് നൽകുന്നത്? അപ്പം ട്രംപിന്റെ നയതന്ത്രത്തെക്കുറിച്ച്, ബ്ലോ ഇറ്റ് ഹോട്ട് ആൻഡ് ബ്ലോ ഇറ്റ് കോൾഡ്, അല്ലെങ്കിൽ കാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന ഒരു നയതന്ത്രത്തെക്കുറിച്ച് ഉക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ വിശകലനത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പക്ഷം ചേർന്ന ഇങ്ങനെയല്ല ഒരു വീഡിയോയിൽ ഉക്രൈൻ്റെ പക്ഷമാണോ റഷ്യയുടെ പക്ഷമാണോ ഒന്നുമല്ല. ഇത് പക്ഷമെന്ന് പറയുന്നത് ശരിയുടെ പക്ഷം ഒന്നേ ഉള്ളൂ, അത് നീതിയുടെ പക്ഷമാണ്, സമാധാനത്തിൻ്റെ പക്ഷമാണ്, യുദ്ധവിരാമത്തിൻ്റെ പക്ഷമാണ്. അത് ആര് ചെയ്താലും ഏത് മാർഗം ഉപയോഗിച്ചാലും ആത്യന്തികമായി യുദ്ധവിരാമം ഉണ്ടാകുമെങ്കിൽ, സമാധാനം ഉണ്ടാകുമെങ്കിൽ അത് നല്ലതിന് എന്ന് എണ്ണുന്നു. അത് മാത്രമാണ് ഈ വീഡിയോയുടെ ഒരു മെസ്സേജ്.